പ്രമുഖ പണ്ഡിതനും മതപ്രഭാഷണ വേദികളിലെ നിറസാന്നിധ്യവുമായിരുന്ന വില്യാപ്പള്ളി ഇബ്രാഹിം മുസ്ലിയാർക്ക് നാട് പ്രാർത്ഥനയോടെ വിട നൽകി. കോരിച്ചൊരിയുന്ന മഴയത്തും അവസാനമായി ഉസ്താദിനെ ഒരു നോക്ക് കാണാൻ ആയിരങ്ങളാണ് വില്യാപ്പള്ളിയിലേക്ക് ഒഴുകിയെത്തിയത്. കേരളക്കരയിലെ കർമ്മശാസ്ത്ര പണ്ഡിത നിരയിലെ പ്രമുഖനായിരുന്നു ഇന്ന് വിട പറഞ്ഞ സമസ്ത കേന്ദ്ര മുശാവറ അംഗവും ദീർഘകാലം സമസ്ത കോഴിക്കോട് ജില്ലയുടെ ജനറൽ സെക്രട്ടറിയുമായിരുന്ന വില്യാപ്പള്ളി ഇബ്രാഹിം മുസ്ലിയാർ. 1941 പിലാവുള്ളതിൽ അമ്മദിൻ്റെയും ആയിഷയുടെയും 5ാമത്തെ മകനായി ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ ഉസ്താദിൻ്റെ ഓരോ വിശദീകരണവും കൃത്യവും സുവ്യക്തവുമായിരുന്നു. ഏറെ സങ്കീർണമായ ഏത് വിഷയവും ശ്രോതാക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് അപാരമായിരുന്നു. നർമ്മം കലർത്തി തനതായ കടത്തനാടൻ സംസാര ശൈലിയുള്ള അദ്ദേഹത്തിൻ്റെ മതപ്രഭാഷണങ്ങൾ ശ്രോതാക്കൾക്ക് ഏറെ ഹൃദ്യവും ഇഷ്ടവുമായിരുന്നു. സമസ്തയുടെ നേതൃനിരയിൽ ജ്വലിച്ചു നിൽക്കുന്ന കടത്തനാടൻ സാന്നിധ്യമാണ് അസ്തമിച്ചിരിക്കുന്നത്. വിനയവും സൂക്ഷ്മതയും ജ്ഞാനദീപ്തിയും കർമ്മനിരതയും ഇഴകിച്ചേർന്ന പണ്ഡിതനായിരുന്നു മഹാനെന്ന് ശിഷ്യഗണങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. യാതൊരു ചാഞ്ചാട്ടവുമില്ലാതെ ആരുടെ മുമ്പിലും സത്യം തുറന്നു പറയാനുള്ള അദ്ദേഹത്തിൻ്റെ മനക്കരുത്ത് ഏറെ ശ്രദ്ധേയമായിരുന്നു. എല്ലാവരുടെയും ആദരവും സ്നേഹവും പിടിച്ചുപറ്റിയ അദ്ദേഹം പ്രഭാഷണ വേദികളിലെ നിറസാന്നിധ്യമായിരുന്നു. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന തൻ്റെ പ്രഭാഷണം ശ്രവിക്കുന്നതിന് ദൂരദിക്കുകളിൽ നിന്ന് പോലും ആബാലവൃദ്ധം ജനങ്ങൾ തടിച്ചുകൂടുമായിരുന്നു. ആദ്യകാലങ്ങളിലൊക്കെ തുടർച്ചയായി 40 ദിവസം വരെ പുലരുവോളം വയല് നടത്തുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പതിവ് ശൈലിയായിരുന്നു. വില്യാപ്പള്ളിയിലെ പ്രഗത്ഭ പണ്ഡിതനായിരുന്ന എടവന കുഞ്ഞേറ്റി മുസ്ലിയാർ, കോറോത്ത് അബൂബക്കർ മുസ്ലിയാർ, കണാരണ്ടി അഹമ്മദ് മുസ്ലിയാർ എന്നിവരുടെ ദർസിൽ പഠിച്ച ശേഷമാണ് 1969 പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിലെ ആദ്യ ബാച്ചിൽ അദ്ദേഹം വിദ്യാർത്ഥിയായി എത്തുന്നത്. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, ശംസുലുലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, കെ.സി. ജമാലുദ്ദീൻ മുസ്ലിയാർ തുടങ്ങിയ പ്രഗത്ഭരായ ഉസ്താദുമാരും, പാണക്കാട് ഉമർ അലി ശിഹാബ് തങ്ങൾ, അരീക്കൽ ഇബ്രാഹിം മുസ്ലിയാർ, CKM സാദിഖ് മുസ്ലിയാർ തുടങ്ങിയവർ അദ്ദേഹത്തിൻ്റെ സതീർത്ഥ്യരുമായിരുന്നു. പഠനശേഷം ചെക്കിയാട്, മുണ്ടേരിപ്പള്ളി, കുഞ്ഞിപ്പള്ളി, മുക്തൂമിയ കോളേജ്, മലാർക്കൽ എന്നിവിടങ്ങളിൽ ഏറെക്കാലം മുദരിസായും ഖാളിയായും ജോലി ചെയ്തു. 3 പതിറ്റാണ്ട് കാലമായി സമസ്ത കേന്ദ്ര മുശാവറ അംഗമായി പ്രവർത്തിക്കുകയാണ്. മതപ്രചാരണ രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന വില്യാപ്പള്ളി ഇബ്രാഹിം മുസ്ലിയാരുടെ വിയോഗം സമുദായത്തിന് തീരാനഷ്ടമാണെന്ന് പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. കർമ്മശാസ്ത്ര രംഗത്ത് പകരം വെക്കാനില്ലാത്ത പണ്ഡിത പ്രതിഭയാണ് വിട വാങ്ങിയതെന്ന് സമസ്ത ജില്ലാ പ്രസിഡന്റ് AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ പറഞ്ഞു. മഹാനായ വില്യാപ്പള്ളി ഇബ്രാഹിം മുസ്ലിയാർ കഴിഞ്ഞ ഒരുപാട് പതിറ്റാണ്ട് കാലം വൈജ്ഞാനിക മേഖലയിൽ തിളങ്ങി നിന്ന ഒരു വ്യക്തിത്വമാണ്. പ്രത്യേകിച്ച് നമ്മളൊക്കെ ചെറുപ്പകാലത്ത് കേൾക്കാൻ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ വയല് പരമ്പര, ഞാനൊക്കെ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരുപാട് തവണ അദ്ദേഹത്തിൻ്റെ വയലിൻ്റെ കാസറ്റ്, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഹജ്ജ് ക്ലാസ് ഏറെ പ്രസിദ്ധമാണ്. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ശൈലിയിൽ വളരെ ഗഹനമായ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പഠന ക്ലാസ്സുകൾ എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം നടത്തിയിരുന്നു എന്നുള്ളതാണ്. വളരെ സാത്വികനായി ലളിതമായ ജീവിതം നയിച്ച് സൂക്ഷ്മതയോടുകൂടി ജീവിച്ച സൂഫി വര്യനായ ഒരു വ്യക്തി കൂടിയായിരുന്നു ഇബ്രാഹിം മുസ്ലിയാർ. അവസാനം വരെയും അദ്ദേഹം കർമ്മരംഗത്തുണ്ടായിരുന്നു. വടകര പ്രദേശത്ത് വരുമ്പോഴൊക്കെ തന്നെയും വിവിധ പരിപാടികൾ ഒരുമിച്ച് കാണാറുണ്ട്. ദീനീ പ്രബോധന രംഗത്തും മതപ്രവർത്തന രംഗത്തൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളേറെ ശ്ലാഘനീയമാണ്. വില്യാപ്പള്ളി ഇബ്രാഹിം മുസ്ലിയാർ എന്ന് വിളിക്കപ്പെടുന്ന മഹാനായ P. ഇബ്രാഹിം മുസ്ലിയാർ ഫൈസി ഏറ്റവും ഇസ്ലാമിക പ്രചാരണ പ്രബോധന രംഗത്ത് വിലപ്പെട്ട സേവനം അർപ്പിച്ച മഹൽ വ്യക്തിത്വമാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര മേഖലയിൽ കേരളത്തിലുള്ള ഒട്ടുമുക്കാൽ പ്രദേശങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഫിഖ് മസ്അല അടങ്ങിയതായ പ്രഭാഷണം ഒരുപാട് ജനലക്ഷങ്ങളെ ആകർഷിച്ചിട്ടുണ്ട്. പഠിക്കുന്ന കാലത്ത് തന്നെ പട്ടിക്കാട് ജാമിയ ദാറുസ്സലാം ജാമിയ നൂരിയ അറബിയയിൽ പഠിക്കുന്ന കാലത്ത് തന്നെ നമസ്കാരം ഒരു സമഗ്ര പഠനം എന്ന നിലക്ക് വളരെ ബൃഹത്തായ പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിരുന്നു. അതാണ് നമ്മുടെ നാട്ടിൻ്റെ നാനാഭാഗത്തും പ്രാഥമികമായി നമസ്കാരത്തെ സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടി ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന പുസ്തകം. അങ്ങനെ മതവിജ്ഞാന പ്രചരണ രംഗത്ത് വളരെ വലിയ സേവനം അർപ്പിച്ച മഹൽ വ്യക്തിത്വം ഒരു മാതൃകാ പുരുഷൻ കൂടിയായിരുന്നു. ഇസ്ലാമിൻ്റെ
രീതി അനുസരിച്ച് വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിച്ചതിനോടൊപ്പം ഇസ്ലാമിൻ്റെ സേവനങ്ങൾ ശരിക്കും മറക്കും നിർവഹിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ച ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു അദ്ദേഹം. വളരെയധികം ബന്ധപ്പെട്ട ഒരു ഫൈസിയത്തെ കൂടി അദ്ദേഹത്തിനോട് വളരെയധികം ബന്ധപ്പെട്ട ഒരു നല്ല നിലക്ക് അദ്ദേഹം നമ്മുടെ പണ്ഡിതന്മാർക്ക് തന്നെ ഒരു മാതൃകയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വിയോഗ വാർത്ത അറിഞ്ഞത് മുതൽ വില്യാപ്പള്ളിയിലേക്ക് നിലക്കാത്ത ജനപ്രവാഹമാണ്. രാവിലെ 10 മണിവരെ സ്വന്തം വസതിയിലും തുടർന്ന് വൈകിട്ട് 3 മണിവരെ മലാറക്കൽ ജുമാ മസ്ജിദിലും പൊതുദർശനവും മയ്യത്ത് നമസ്കാരവും നടന്നു. മതരാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ സന്ദർശിച്ചു. ശേഷം 5 മണിയോടെ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വില്യാപ്പള്ളി പറമ്പിൽ ജുമാ മസ്ജിദിൽ ഖബറടക്കി. അവസാനത്തെ മയ്യത്ത് നമസ്കാരത്തിന് സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന അനുശോചന യോഗം നാസർ ഫൈസി കൂടത്തായി ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ.